ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവരുടേതുപോലെയുള്ള കുശാഗ്ര ബുദ്ധിയൊന്നും രാഘവേട്ടനും തെളിയില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. എനിക്ക് ഇവരുടെ വരവ് കണ്ടപ്പോഴേ കത്തി. ഇത് എന്നെയും എന്റെ കുടുംബത്തെയും കൂട്ടത്തോടെ അപമാനിക്കാനുള്ള വരവാണെന്ന്. സത്യമേ, സത്യത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ. മനസ്സിൽ ഒരു ഉദ്ദേശവും വച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓ, സ്വന്തവും ബന്ധവും ആവുമ്പോ ഇതുപോലുള്ള ആപത്ഘട്ടത്തിലല്ലേ സഹായിക്കാൻ പറ്റൂ. ആ ഒരൊറ്റ കാര്യം ഓർത്ത് വന്നതാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, ഇങ്ങനൊരു വരവ് വരേണ്ടിയിരുന്നില്ലെന്ന്. ഓ, ഈ വന്നതിന്റെയും ഇപ്പൊ ഈ പറഞ്ഞതിന്റെയും ഉള്ളറകൾ ചികഞ്ഞാ കിട്ടുന്നത് രണ്ട് കാര്യങ്ങളാ. ഒന്ന്, വീട് വിട്ടിറങ്ങിപ്പോയ ഇവളെ തിരിച്ച് ഈ വീടിനകത്തേക്ക് കയറ്റണം. പിന്നെ നാട്ടുകാർക്ക് മുന്നിൽ ഞങ്ങളെ സഹായിച്ചില്ല എന്നൊരു പേരുദോഷം ഉണ്ടാവരുത്, അല്ലേ? ശാരദാമ്മ ഒന്ന് മനസ്സിലാക്കണം. സ്ത്രീധനം പോലും വാങ്ങിക്കാതെയാ നിങ്ങളുടെ ഇളയ മകളെ ഞാൻ മരുമകളാക്കി ഈ വീട്ടിലേക്ക് കയറ്റിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവളെ കെട്ടിയ അവനും ഇവളും എന്നെ തിരിഞ്ഞു കൊത്തി. എന്തായാലും ഇവളെ ഇതിനകത്ത് കയറ്റാൻ വേണ്ടിയല്ലേ ഈ ഒരു സഹായഹസ്തവും നീട്ടിക്കൊണ്ട് ശാരദാമ്മ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഈ മോളോട് ചോദിച്ചോ അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോവോന്ന്? അവളിവിടെ മര്യാദയ്ക്ക് നിന്നു പോവെങ്കിൽ മാത്രം ഇവിടെ നിർത്തിയാ മതി. പാതിരാത്രി കിടന്ന് ഓടാനും ചാടാനും ഇവിടെ ആളുമില്ല, അയൽക്കാരുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ഞാനിമ്മ കളി പോലെയാ ഇവിടുത്തെ ഓരോ ദിവസം കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത്. അതിന്റെ ഇടയില മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങള്. ശാരദാമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ പോ. ഇതെന്താ ഭാമി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശാരദാമ്മ വന്നതിന് മറ്റൊരർത്ഥം നീ കണ്ടതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നേ. രാഘവേട്ട ഇപ്പോഴും ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഭാമയും ഞാൻ പറഞ്ഞു വരുന്നത്. രാഘവേട്ട, ഞാനിതൊക്കെ പ്രതീക്ഷ തന്നെ ഇങ്ങോട്ട് വന്നത്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ആരും ഇല്ലാന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവണ്ട. എന്താവശ്യമുണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും കുടുംബശ്രീ വീട്ടിലേക്ക് കയറി വരാം. അവിടെ നിങ്ങളെ ആരും തടയില്ല, ഇറങ്ങിപ്പോകാനും പറയില്ല. ആ, പിന്നെ ഇവളെ ഇങ്ങോട്ടേക്കാ കെട്ടിച്ചു വിട്ടത്. ഇവള് നിൽക്കേണ്ടത് ഇവിടെ തന്നെയാ. രോഹിത് വന്നാലും ഇവിടെയല്ലേ വരൂ. അതുകൊണ്ട് ഇവളിവിടെ തന്നെ നിൽക്കട്ടെ. അമ്മ പോട്ടെ. അമ്മ